റീലിനകത്ത് പറയുന്നത് പേടിച്ചിരിക്കാണ് ഗൈസ്. ഷമീർ കഴിച്ചിട്ട് തിരിഞ്ഞിരി, എന്റെ അഗി ഒന്ന് കണ്ടോട്ടെ. വേണ്ട, എനിക്ക് എന്റെ അഗി ഉണ്ട്. നന്ദോണന്റെ പ്ലേറ്റ് ഒന്ന് കാണിച്ച് തീർന്നു. ഈ അഖിൽ ചേട്ടൻ കിടന്നേ കൊക്കോ കൊക്കോ എന്ന് കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ വീണയോ സുബിനോ ആയിരുന്നെങ്കിൽ അഖിൽ ചേട്ടൻ മുന്നിൽ നിന്നെ ചേച്ചിക്ക് ഒരു ഉത്സാഹമില്ല ഗൈസ്. എന്താന്ന് ചോദിക്കൂ. ഇപ്പം വന്ന് മൈൻഡ് ചെയ്യാൻ വന്നേക്കുവാ ഈ നാളില്ലാത്ത സാധനം. നമ്മള് വന്നിട്ട് ചേച്ചിയെ കൊണ്ടാക്കാൻ പോവാ. അതെ, എന്തുവാ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വിചാരിച്ചാൽ നമ്മളൊരു സൂപ്പർ ഐലൻഡിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യാത്രയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ എവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ചീരങ്കാവിൽ ഷമീറയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ബാക്കി എല്ലാവരും വന്ന് കാറിലുണ്ട്. അപ്പം ഞാനുണ്ട്, നന്ദോണുണ്ട്, അഖിൽ ചേട്ടനുണ്ട്, മഞ്ജു ചേച്ചിയുണ്ട്, അരുണണ്ണനുണ്ട്. പിന്നെ അവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ വന്ന 2 പേരും ഉണ്ടായിരുന്നു കേട്ടോ. അവർ നേഴ്സുമാരുമാണ്, അണ്ണൻ അറിയാവുന്നവരുമാണ്. അതുകൊണ്ട് അവരും ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ. ഷമീറൊക്കെ ആണെങ്കിൽ ഇതാ വരുന്നതെന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറാണ് നമുക്ക് പോസ്റ്റ് തന്നത് യഥാർത്ഥത്തിൽ. അപ്പം നമ്മൾ എവിടെ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ കൊല്ലം കാവനാട് അടുത്തുള്ള ഒരു സ്പോട്ടിലോട്ടാണ് പോകുന്നത്. ഒരു അടിപൊളി സ്പോട്ടാണ് ഗൈസ്. ഇത് നമ്മുടെ അഷ്ടമുടിക്കായലിൻ്റെ നടുക്കാണ് ഗൈസ്. ഒരു സൂപ്പർ ഐലൻഡാണ്, ഗസ്കേഡ് ഐലൻഡ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. ഇവിടെ ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത്, ഇതിനു മുമ്പ് ഇവരുടെ കൂടെ ഞാൻ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ട് വരുന്ന അഖിൽ ചേട്ടനും പിന്നെ നന്ദുവണ്ണൻ്റെ ആ 2 നേഴ്സുമാരും മാത്രമാണ് കേട്ടോ. ബാക്കി നമ്മളെല്ലാവരും വന്നിട്ടുണ്ട് ഇതിനു മുമ്പും. അപ്പം നമ്മൾ ഇവിടെ പോകുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ വഞ്ചിയിൽ കയറി വേണം പോകാൻ വേണ്ടിയിട്ട്. അതിനാണ് ഈ ചേട്ടൻ ഇങ്ങനെ വഞ്ചി ഇങ്ങനെ തിരിച്ചുകൊണ്ട് വരുന്നത്. ഷമീർ കഴിച്ചിട്ട് തിരിഞ്ഞിരി, എൻ്റെ അഗി ഒന്ന് കണ്ടോട്ടെ. വേണ്ട, എനിക്ക് എന്റെ അഗി ഉണ്ട്. കാണുന്നില്ല ഈ ഷമീർ. ഇപ്പം പറഞ്ഞാൽ ഈ ഐലൻഡിലുള്ള ഇവരുടെ റിസോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ ബോട്ട് സർവീസുകൾ ഫ്രീ ആണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയാലോ എന്ന് വിചാരിച്ച ആദ്യം തന്നെ പറയുന്നത്. അപ്പം ഇത് നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ ആണ് വരുന്നത്. നല്ല അടിപൊളിയാണ് ഗൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. ആദ്യമായിട്ടല്ല വരുന്നത്, 2ാമത് വരുന്നത് കൊണ്ടാണ് ഇത്രയും നന്നായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അന്ന് വന്നിടത്ത് നമ്മൾ പിന്നെയും വന്നിരിക്കുന്നു. ഇന്ന് പക്ഷേ ഒരു സ്പെഷ്യലുണ്ട്, എൻ്റെ അഗിയുണ്ട് കൂടെ. അഗി അതെ ഗൈസ്, പിന്നെയും അതിൻ്റെ വ്ലോഗ് ഇതുവരെ വന്നിട്ടില്ല, നാളെ തന്നെ വരും. ആദ്യത്തേത് വന്നിട്ട് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് ഇത് ഉറപ്പായിട്ടും ഗൈസ്. ഇന്ന് നമ്മൾ ഭയങ്കര സ്പെഷ്യലായിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഗൈസ്, അന്ന് വന്ന സ്ഥലത്തോട്ട് നമ്മൾ തിരിച്ചു വന്നേക്കുവാണ്. ആദ്യം കൈ കഴുകാമെന്ന് വിചാരിച്ച്. ഇപ്പം ഞാൻ ഈ കമ്മലൊക്കെ ആയിട്ട് ഇടുന്നത്. കാര്യം ഒന്ന് കമ്മൽ കളഞ്ഞതിന് ശേഷം എനിക്ക് നല്ല പേടിയുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാണെന്നറിയാമോ? അന്ന് നമ്മൾ ഇടുന്ന സ്ഥലം ഇതാ. ഇവിടെ ഇരിക്കാം അല്ലേ? ഇവിടെ ഇരിക്കാം. ഈ സൈഡിലാണോ വെട്ടം? ഈ സൈഡാ വെട്ടം. ഇച്ചിരി തുണി അങ്ങനൊന്നുമില്ല പോട്ടെ. ഞാനിവിടെ ആദ്യമായിട്ട് വന്നതിൻ്റെ അന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ അഖിൽ ചേട്ടനെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു കേട്ടോ. ഞാൻ കാണുന്ന ഏറ്റവും നല്ല സ്ഥലങ്ങൾ എനിക്ക് എൻ്റെ അഖിൽ ചേട്ടനെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ കൊണ്ടുപോകാനും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് അഖിൽ ചേട്ടനും കേട്ടോ. ഇവിടെ നിന്നൊരു വ്യൂ നോക്കുന്നത് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇത് അഷ്ടമുടിക്കായലാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ്, നല്ല അടിപൊളി കാറ്റും എന്താ പറയുന്നത്, നല്ല രസമുള്ള ഒരു ഐലൻഡ് തന്നെയാണിത്. പിന്നെ ഇവിടെ പറയേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇവരുടെ ഫുഡ് തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പേഴ്സണലി. സത്യം പറഞ്ഞാൽ ഈ ചോറിൻ്റെ കൂടി ഈ ഒരു മീൻ കറി അത് തന്നെ അടിപൊളിയായിരുന്നു. ഇവരെല്ലാം കഴിച്ചു കഴിച്ചു, എല്ലാവരും കഴിക്കുക. ഞാൻ മാത്രമേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. 3:40 ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കഴിച്ചു. തിന്ന് എൻ്റെ കറിക്കകത്തൊന്നും കൈ വരരുത് കേട്ടോ. ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ നന്ദുവണ്ണൻ എന്നോട് ആദ്യം ഫോട്ടോ എടുക്കാൻ പറഞ്ഞത്. ആദ്യം നിന്നാണ് നന്ദുവണ്ണൻ കഴിച്ചു. അത് നമ്മൾ തിന്ന് ഇരുന്ന് വിനിയോഗിച്ച് തോന്നില്ല. വന്നിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ തിന്നു തുടങ്ങാൻ പോകും. അവരിപ്പോഴും ഒന്നും വരുന്ന ലക്ഷണം. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ നമ്മളൊരു കോംബോ പാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വട്ടം വന്നപ്പോൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് കഴിച്ച് തീരുമോ എന്നുള്ളൊരു സംശയം കൊണ്ട് ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3800 രൂപയുടെ ഒരു എന്താ പറയുന്നത് ഒരു ഫുൾ കോംബോ പാക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ നന്ദുവണ്ണ എന്നോട് പറഞ്ഞു അതും കൂടെ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് കഴിക്കാം, ഇതെല്ലാം കൂടെ വെച്ച് ഫോട്ടോ എടുക്കണേ. എന്നിട്ട് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആ നന്ദുവണ്ണ തിന്നു തീർന്നു എന്ന് പറയുന്നതാണ് സത്യം കേട്ടോ. എന്നിട്ട് ഞാനാണ് അവസാനം വരെ വരുന്ന അവസാനം. പിന്നെ എനിക്ക് വിശന്ന് കണ്ണ് പൊടിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു കഴിക്കാന്ന്.
ഇപ്പം വരും ഉപ്പ് കഴിക്കില്ല. എന്നിട്ട് ആ നന്ദോണയുടെ പ്ലേറ്റ് ഒന്ന് കാണിച്ച് തീർന്നു. ാണ് കഴിച്ച് ഈ നന്ദുവണ്ണ എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ നമുക്ക് എന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അണ്ണനെ ഞാൻ നോക്കിയപ്പോൾ അണ്ണൻ്റെ പ്ലേറ്റിൽ ചോറ് തീർന്ന്. അണ്ണൻ അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോറ് കഴിച്ച് പകുതിയായിട്ടും പോലും ആ സംഭവം വന്നിട്ടില്ലായിരുന്നു. കാര്യം കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതിനകത്ത് എന്തൊക്കെ കാണും ഇങ്ങനെ കാണുമെന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോഴത്തേന് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് വിചാരിച്ചാൽ കൊഞ്ചുണ്ട്, കണവയുണ്ട്, കക്കയുണ്ട്, പിന്നെന്താ കുറേ സാധനങ്ങളുണ്ട്. കണവയുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാണെന്ന് കറക്റ്റ് ഞാൻ പേരൊക്കെ മറന്നുപോയി കഴിച്ചത്. എന്നോട് ക്ഷമിക്കൂ. കാര്യം ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ 1 മാസമായി. ആദ്യം തന്നെ ഞാൻ ഞണ്ടാണ് കഴിച്ചത്. എനിക്ക് അവിടുത്തെ ഞണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിലേ എനിക്ക് ഞണ്ട് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കൊഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കൊഞ്ചെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അതാണ്ട് ഇത്ര വലുതായിരുന്നു കേട്ടോ. ഇതൊരു കൊഞ്ചായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ എടുത്തപ്പോഴത്തേനും അത് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. കാര്യം ഇപ്പം ഈ വീഡിയോ എൻ്റെ ഫോണിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 1 മാസമായി കേട്ടോ. ഹായ് ഗൈസ്, നമ്മൾ മുമ്പഴത്തോട്ട് ഇവിടെ വന്ന് അടിപൊളിയായിരുന്നു. നല്ല കാറ്റ് കേട്ടോ. ഈ വ്യൂ ഒക്കെ കണ്ടോ, അടിപൊളിയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആദ്യത്തോട്ടം വന്നപ്പോൾ അകൽച്ചേട്ടൻ ഇല്ലായിരുന്നു. രണ്ടാമത്തോട്ടം അകൽച്ചേട്ടൻ ഉള്ളപ്പോൾ പോണേന്ന് ഞാൻ നന്ദോണിൻ്റെ ഒരുപാട് പറഞ്ഞു. അപ്പോഴാണെങ്കിൽ നന്ദോണിൻ്റെ അടുത്ത് പറഞ്ഞു ഉറപ്പായിട്ടും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇനി മൺഡേ മുതലേ ഉള്ള അകൽച്ചേട്ടന് പോയാൽ മതി. സോ ഞങ്ങളിവിടെ വന്നു. ഇന്ന് സാറ്റർഡേ ആട്ടോ. അടിപൊളിയായി. ലവിനകത്തൊക്കെ വന്ന് അന്നെല്ലാം ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അടിപൊളിയായിരുന്നു. ഇപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ക്യാമറമാൻ ആരാന്നറിയാം, അരുണണ്ണനാണ് കേട്ടോ. നല്ല അടിപൊളി കാറ്റാണ് ഗൈസ്, അടിപൊളി കാറ്റ്. അപ്പം ഗൈസ് നമ്മൾ ഇതിൻ്റെ അകത്തൂടെ ആട്ടോ പോകുന്നത്. വാ ഗൈസ്, നമുക്ക് ഇതിലെ ആദ്യം പോയപ്പോൾ ദൈവമേ വഴിയൊന്നും ഇല്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിലെ വഴിയൊക്കെ ആദ്യം പോയത് അരുണണ്ണനായിരുന്നു അന്ന് ആദ്യം പോയത്. നല്ല രസമില്ലേ ഗൈസ്? അടിപൊളിയല്ലേ ഗൈസ്? എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ ഇങ്ങനെ നോക്കി വന്നാൽ ഞാൻ തറയിൽ കിടക്കും ഗൈസ്. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞില്ല. ഒരു കാര്യം കൂടെ എനിക്ക് പറയണം എന്നുണ്ട്. എനിക്ക് അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുത്ത് തരുന്നത് അരുണണ്ണനാണ് കേട്ടോ. അരുണണ്ണൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് തരും, വീഡിയോസും. അന്ന് ഇവിടെ വന്നപ്പോൾ ഇത്ര സ്മെല്ലില്ലായിരുന്നു കേട്ടോ ഗൈസ്. ഇപ്പോൾ ഇവിടെ ഭയങ്കര സ്മെല്ല്. ഈ ബെഞ്ച് ഇല്ലായിരുന്നു അന്ന്. ഈ കല്യാണക്കാർക്കൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റിയ ഏറിയ. ഈ അകൽച്ചേട്ടൻ കിടന്നേ കുക്കു കുക്കു എന്ന് കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. നമ്മളിത് കണ്ടല്ലേ? ഇതുണ്ട് ഗൈസ്. ഈ വട്ടം പോയപ്പം ഭയങ്കര സ്മെല്ല്. ഇവിടെ മുമ്പത്തെ വട്ടം വന്നപ്പോൾ ഒരു സ്മെല്ല് പോലും ഇല്ലായിരുന്നു ഗൈസ്. ഇത് അതെ ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് ഗൈസ് നല്ല രസമുണ്ടല്ലേ അണ്ണാ? ഗൈസ് വീണല്ലേ? ഞണ്ടോ ഗൈസ്? ഈ അകൽച്ചേട്ടനെ ഞാൻ ആരാ ഗൈസ്? എന്നെ ഇട്ടിട്ട് പോയി അതിലേ അങ്ങോട്ട് പോയി കാണാൻ വേണ്ടിയിട്ട്. കൊള്ളാമോ? ഇന്നലെ ഞങ്ങൾ പോയത്. അതെ. ഇത് സൂപ്പറായിട്ടുണ്ട്. വാ നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം. ഈ അകൽച്ചേട്ടന് വഴിയൊന്നും അറിയത്തില്ല കേട്ടോ. അവിടെ വരെ പോയിട്ട് അതാ അണ്ണ അറിഞ്ഞ തിരിച്ചു വന്നിട്ട് ഇല്ലെങ്കിൽ ഇല്ല ഗൈസ്. സൂപ്പറാ. അതാ ഗൈസ് നമ്മൾ ഇതിൻ്റെ അകത്തൂടെ പോവുക ഗൈസ്. എനിക്ക് മുമ്പത്തെ വട്ടം വന്നപ്പോഴേ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷെ ഇത് അടിപൊളിയാണേ. അയ്യോ, ഈ വട്ടം വെള്ളം കയറിയത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാവുമോ എന്തോ. സൂപ്പറല്ലേ അകൽച്ചേട്ടാ? എനിക്കിവിടെ അകൽച്ചേട്ടനെ കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ അണ്ണൻ്റെ അടുത്ത് പറയായിരുന്നു, അണ്ണ അകൽച്ചേട്ടൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇനി നമുക്ക് ഇവിടെയൊക്കെ പോകണേ എന്ന് പറഞ്ഞാൽ. രണ്ടും പറഞ്ഞു ഓക്കെ. അതെ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ള അകൽച്ചേട്ടൻ വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് അകൽച്ചേട്ടന് പോകണം. പിന്നെ അകൽച്ചേട്ടന് ലീവെന്ന് പറഞ്ഞ സാധനം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ പോവാം. ഇപ്പം നമുക്ക് കിട്ടിയ മാക്സിമം 10 ദിവസം നമ്മൾ മാക്സിമം കുറേ സ്ഥലങ്ങൾ കവർ ചെയ്ത് കേട്ടോ. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ സ്പീഡിലാണ് പോകുന്നത്. കൊള്ളാം. ഫോട്ടോ എടുത്ത് ഞാൻ അരുണണ്ണൻ്റെ അടുത്ത് അകൽച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ 2 വയറന്മാരും കൂടെ വയറും കൊണ്ടിരിക്കുന്നു. ഇത് സൂപ്പറാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ അടിപൊളി. നല്ല ഉണ്ടോ കാട്ടിനകത്തൂടെ ഇങ്ങനെ വരുന്നത്. അത് ഗൈസ് അത് എൻ്റെ കുഴപ്പമല്ല ഗൈസ്. അത് എല്ലാവരുടെയും എന്നുവെച്ചാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഫുൾ കുഴപ്പം അത്. വാ ഇങ്ങോട്ട് വാ. പേടിയാവുന്നോ? എനിക്ക് അരുണണ്ണന് ഭയങ്കര ധൈര്യമാണല്ലോ. അഖിൽച്ചേട്ടൻ അഖിൽച്ചേട്ടൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഭയങ്കര ധൈര്യമായിരുന്നു ഗൈസ്. ഇപ്പം നമ്മളായതുകൊണ്ട് അഖിൽച്ചേട്ടനെ ആണ്. ഇപ്പം വീണയോ സുബിനോ ആയിരുന്നെങ്കിൽ അഖിൽച്ചേട്ടൻ മുന്നിൽ നിന്നെ പോവാന്ന് പറഞ്ഞു കേട്ടോ. അതാണ് എൻ്റെ അഖി. ഗൈസ് നമ്മൾ കര കണ്ടു. കണ്ടാ വായോ ഗൈസ്, എല്ലാവരും വായോ. കണ്ട ഗൈസ്
ഇതിൽ കണ്ടോ നമ്മൾ നടന്ന് സൂപ്പറായിട്ട് വന്നു കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ അരുണണ്ണ? ഓ ഗായ്സ്, അരുണണ്ണനാണ് എൻ്റെ ക്യാമറാമാൻ. അയ്യോ അമ്മ വീരല്ലേ, ഒരു തലയോട്ടിയുടെ കുപ്പി. സൂപ്പറാ ഗൈസ്. കണ്ടോ ഈ അഖിൽച്ചേട്ടനും ഞാൻ പറഞ്ഞ അഖിൽച്ചേട്ടാ വഞ്ചിയിൽ പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കണേ. കാര്യം ഒരു ഫോട്ടോയിൽ നമ്മൾ രണ്ടുപേരും കൂടെ ഉള്ള അടുത്തുള്ള നല്ലൊരു ഫോട്ടോ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അഖിൽച്ചേട്ടൻ പറയുകയാണേ, എന്നിട്ട് എന്തിനാ നീ എനിക്ക് തള്ളി താക്കാനില്ലയോ. ഇത് കണ്ടോ ഇവിടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങളിവിടെ രണ്ടാമത്തെ വട്ടം വരുന്നത്, പക്ഷെ അഖിൽ മോൻ ഇവിടെ ആദ്യത്തെ വട്ടമാണ് ഗൈസ് വരുന്നത്. നമ്മൾ നല്ല സ്പീഡിലാണ് ഗൈസ് നടക്കുന്നത്. ഗൈസ് അതറിയാം. പക്ഷെ കൊള്ളാം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനിപ്പോൾ ഒരു 1500 വട്ടമാണെന്ന് തോന്നുന്നു പറയുന്നത്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, ബൈ ബൈ, ടേക്ക് ലവ് യു മാ, ബൈ ബൈ, ബൈ ബൈ ഗൈസ്. അവരിതിലേക്ക് ഇറങ്ങാൻ പോയി കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വന്നപ്പോൾ അവരിവിടെ ഇല്ലേ, അവരെന്ത് ചേച്ചി? അയ്യോ ചേച്ചി ഒറ്റയ്ക്കാക്കിയിട്ട് പോയോ? ചേച്ചിക്ക് ഇന്നൊരു ഉത്സാഹമില്ല ഗൈസ്, എന്താന്ന് ചോദിക്കൂ. ചേച്ചിക്ക് പനിയാ അല്ലയോ? വയ്യ, ചുമ്മാതെ ഗൈസ്, അങ്ങോട്ട് ഉത്സാഹിക്കുക അങ്ങോട്ട്. ഞങ്ങളിവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് ഷമീർക്കയും നന്ദുവണ്ണനും അവരെ രണ്ടുപേരെ അവിടെയൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ പോയി. ചേച്ചി ഹാപ്പി ആവ് ഗൈസ്. ചേച്ചിക്ക് ഭയങ്കര വിഷമമാണ്, പനിയാ. ചേച്ചി സാധാരണ ഭയങ്കര ശീലമായിട്ടിരിക്കുന്നു ചേച്ചി. അവര് കഥ ഗൈസ് അവര് വന്നു. ആണ്ട് ചേച്ചി ചേച്ചി ചിരി, ചേച്ചി ചിരിച്ചിരിക്കുന്നതാണ് നല്ലത്. ചേച്ചി എന്തൊക്കെയോ സ്വപ്നം കണ്ടോണ്ടിരിക്കും ഗൈസ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അവരും വന്നിട്ടുണ്ടായിരുന്നു, കൂടെ ബോട്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുമായിരുന്നു, മഞ്ജു ചേച്ചി ഞാനും. ഞാൻ പിന്നെ ഇവരുടെ രണ്ടുപേരും വീഡിയോ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോട്ട് തിരിഞ്ഞ് ഇങ്ങനെ ഈ പാലത്തിൻ്റെയൊക്കെ ഒരു അടിയിൽ കൂടെ പോയപ്പോൾ കറക്റ്റ് വന്നെന്ന് വിചാരിച്ചെടുത്തിയാണ് കേട്ടോ. പക്ഷേ തിരിച്ച് ഓപ്പോസിറ്റ് ആയിരുന്നു വെട്ടം. എന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ എൻ്റെ വീഡിയോസും ഫോട്ടോസും എടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഗൈസ് ഇതുപോലത്തുള്ളതൊക്കെ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ ഈ ഐലൻഡിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ കിട്ടും, അടിപൊളിയാണ്. അതുമാത്രമല്ല ഇവിടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസേ ഉള്ളൂ. ഇപ്പം വന്ന് മൈൻഡ് ചെയ്യാൻ വന്നേക്കുവാ. ഈ നാളില്ലാത്ത സാധനം മൈൻഡ് കയറി ഇപ്പോഴാ അണ്ണൻ കണ്ടേ ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടെന്ന് കേട്ടോ ഗൈസ്. ഞാനത് നല്ല പ്രതിഷേധിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പം തന്നെ കയറി കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കോൺഫ്ലവറിൻ്റെ ഇത്, പിന്നെ റൂം ഫ്രഷ്നർ, പിന്നെ ബാത്റൂം ഫ്രഷ്നർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മേടിക്കണമായിരുന്നു. അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ കാര്യം പറയുമായിരുന്നു. സോറി, ഇവർ രണ്ടുപേരും അല്ല, അരുണെണ്ണം ഫോണിൽ കാര്യം പറയുമായിരുന്നു കേട്ടോ. ആയി പറഞ്ഞെന്ന് പറഞ്ഞ് വീഡിയോ തീർന്നില്ല, ഇനിയും ഉണ്ട് കേട്ടോ. പൊട്ടിക്കുമ്പോഴേ വീഡിയോ എടുക്കണം, അതാ ഞാൻ പൊട്ടിക്കാതെ ഇങ്ങോട്ട് വന്നു. ഗൈസ് ഞാൻ തനിയെ ഒട്ടിച്ച് പോകും കേട്ടോ, ആരുമില്ലേ കേട്ടോ. എന്തുവാന്നറിയാമോ ഗൈസ്, എനിക്കൊരു പേടിയല്ല ഗൈസ്, ഞാനൊരു വീഡിയോ എടുത്തയാ. എന്താണെന്നറിയാമോ, ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാൻഡ് ഞാൻ അവിടെ വെച്ച് കേട്ടോ. അപ്പോഴാ വന്നത് ഗൈസ്. നമ്മൾ വന്നിട്ട് ചേച്ചിയെ കൊണ്ടാക്കാൻ പോവാ. അതെ എന്തുവാ ഗൈസ്, ഞാൻ പറയുന്നില്ല കേട്ടോ. എന്താണെന്ന് സത്യം പറഞ്ഞാൽ നിങ്ങൾ അറിയണ്ട, അതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ഫുഡെല്ലാം കൂടെ കഴിച്ചതിന് എത്ര രൂപയായെന്ന് അറിയണ്ടേ. നമ്മൾ ഇത്രയും പേരും കൂടെ ഫുഡെല്ലാം കൂടെ കഴിച്ചതിന് ഏകദേശം 5000 രൂപ ആയതേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഫുഡ് ഉണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാവരുടെയും വയറ് പൊട്ടുന്ന രീതിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചതിന് അത്രയും പൈസ ആയിട്ടേ ഉള്ളൂ. എന്നാലും നല്ല അഫോർഡബിൾ ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്തായാലും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ അടിപൊളിയായിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ അവിടെ സ്റ്റേ അവൈലബിൾ ആണ് കേട്ടോ. ഹയാക്കിങ്ങും ബോട്ടിങ് എല്ലാം ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ അവിടെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, അതിനെപ്പറ്റി എനിക്ക് അത്രയും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാത്തത് അതിനൊന്നും. പിന്നെ അവിടെ ലൈഫ് ഫിഷൊക്കെ പിടിച്ച് പൊള്ളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മളാദ്യം മഞ്ജു ചേച്ചിയെ കൊണ്ടുപോയി വീട്ടിലാക്കിയതിന് ശേഷം തിരിച്ച് ഞാൻ വരുവാണ് വണ്ടി ഓടിച്ചുകൊണ്ട്. റീലിനകത്ത് പറയുന്നത്
പേടിച്ചിരിക്കാണ് ഗേസ്. നന്ദുവണ്ണൻ എൻ്റെ കൂടെ ഇരിക്കാൻ ഭയങ്കര കോൺഫിഡൻസ് ആണ്. പക്ഷേ അഖിൽ ചേട്ടന് തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ് കേട്ടോ എൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്കൊക്കെ സ്വന്തമായിട്ടൊരു ചേട്ടനുണ്ട്, ചേട്ടന് സ്വന്തമായിട്ടൊക്കെ ഒരു ഡ്രൈവിംഗ് സ്കൂളുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇതുവരെയൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റും ഗൈസ്. ആരെയും കൊണ്ട് ഇടിച്ചാലും പരാതിയൊന്നും പറയത്തില്ലല്ലോ. കാര്യം എന്താ, ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയില്ലേ, പഠിക്കുവാന്ന് അന്നേരം അങ്ങ് പറയാമല്ലോ. എന്തായാലും ഇവരെ രണ്ടുപേരും പുറകെ ഇരുത്തിയിട്ട് ഞാൻ ഓടിക്കണം. ഇല്ലെങ്കിൽ അയൽച്ചേട്ടൻ പറയും, താണ്ട നന്ദുവണ്ണൻ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു തന്നെന്ന് പറഞ്ഞു കേട്ടോ. ഒക്കെ പോട്ടെ, എന്തായാലും ഒരുപാട് കാട് കയറി പറയുന്നു ഞാൻ. എന്തായാലും നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ, ടാറ്റ, ലവ് യു.